നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാവുകയാണ് കണ്ണൂർ മുൻ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിലെ അസ്വാഭാവികതയും ഒപ്പം തന്നെ ദുരൂഹതയും. ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നുള്ള സംശയവും ഒപ്പം കൊലപാതക സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാൻ കഴിയാത്ത തരത്തിലുള്ള പിടിപ്പുകേടും അന്വേഷണ സംഘത്തിൻ്റെ തുടക്കം മുതലുള്ള അന്വേഷണത്തിൽ പ്രകടമായിരുന്നു എന്നുള്ളത് ഹൈക്കോടതിയിൽ ആവർത്തിച്ചു പറയുന്നു മഞ്ജുഷ. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വളരെ വേഗത്തിൽ കൊണ്ടുവരാനുള്ള എല്ലാ പ്രയത്നത്തിലും താൻ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഹൈക്കോടതിയിൽ വീണ്ടും അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ്. CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായി തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ K. മഞ്ജുഷ ഇപ്പോൾ വലിയ പോരാട്ടം നടത്തുന്നത്. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി മുന്നോട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു സംസ്ഥാന അന്വേഷണ സംഘത്തിനെതിരെ. ഈ സംഭവിച്ചിരിക്കുന്ന മരണം അത് കൊലപാതകമാണെന്നുള്ള സംശയം ബലമായി തന്നെ തങ്ങൾക്കുണ്ട്. സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒട്ടും തന്നെ തൃപ്തിയില്ല. ഒപ്പം കേസ് അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സമാനമായ ആവശ്യം നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയതിന് പിന്നാലെയാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത്. വസ്തുതകളൊന്നും തന്നെ കാര്യമായി പരിശോധിച്ചിട്ടില്ല. പരിശോധിക്കാതെയാണ് ഈ ഉത്തരവെന്നും തങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ CBIയുടെ അന്വേഷണം തന്നെയാണ് കേരളത്തിൽ നടക്കേണ്ടതെന്നാണ് ഭാര്യ മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത്. കേരള പോലീസ് അന്വേഷിച്ചാൽ പ്രതികളെന്ന് കരുതപ്പെടുന്നവരെ ഒക്കെ തന്നെ സംരക്ഷിക്കുകയും വസ്തുതകളെ മറച്ചു പിടിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. സിംഗിൾ ബെഞ്ച് വിധിയിൽ പലതരത്തിലുള്ള പിഴവുകളുണ്ട്. അതൊക്കെ എണ്ണി എണ്ണി പറയുന്നു മഞ്ജുഷ. ഭരണകക്ഷിയുടെ നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ആളാണ് ഒന്നാം പ്രതിയായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. എന്തുകൊണ്ടും പരമാവധി സംരക്ഷിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. CPMന്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ അത് എടുത്തു പറഞ്ഞിരിക്കുന്ന വിഷയം ഇതിനെ സാധൂകരിക്കുന്നതാണ്, അടിവരയിടുന്നതാണ്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ അങ്ങനെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹർജി ഡിവിഷൻ ബെഞ്ച് എന്തായിരുന്നാലും പരിഗണിക്കും. സിംഗിൾ ബെഞ്ച് പല കാര്യങ്ങളും പരിഗണിക്കാതെ പോയതും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപൂർവ സാഹചര്യം ഈ കേസിലുണ്ട്. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അങ്ങനെ സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിലെ ദുരൂഹത മറനീക്കി പുറത്തു വരേണ്ടതാണ്. കുടുംബത്തിന് നീതി ലഭിക്കുന്നു എന്നതിലുപരി അത് പൊതുസമൂഹത്തിന് കൂടി ബോധ്യപ്പെടാൻ കഴിയുന്നതാകണം. ഇനി ഓരോ വിഷയവും മഞ്ജുഷ എണ്ണി എണ്ണി പറയുകയാണ്. അതിലേറ്റവും ദുരൂഹമായി നിൽക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിലെ രക്തക്കറ. ആ രക്തസാന്നിധ്യത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ എന്തുകൊണ്ട് ഉത്തരം ലഭിക്കുന്നില്ല? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്മേൽ വലിയ സംശയമാണ് ഇത് ഉയർത്തുന്നത്. പോസ്റ്റ്മോർട്ടം നടപടി പോലും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം ഉയർത്തുന്നു. ശരിയായ രീതിയിലല്ല ഈ അന്വേഷണം എന്നതിൻ്റെ ആദ്യത്തെ തെളിവ്. ഇനി ആത്മഹത്യയാണെങ്കിൽ ഉമിനീര് പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇക്കാര്യത്തിലും നിശബ്ദത പാലിച്ചുവെന്നാണ് കുടുംബത്തിൻ്റെ വാദം. യാത്രയയപ്പ് യോഗത്തിന് ശേഷം ആരൊക്കെയാണ് നവീൻ ബാബുവിനെ കണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാരണവശാലും ഈ രീതിയിലേക്കുള്ള അന്വേഷണത്തിലേക്ക് കേരളത്തിലെ അന്വേഷണ സംഘം പോകുന്നില്ല. കൊലപാതക സാധ്യത അതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റില്ല. നിലവിലെ അന്വേഷണ സംഘം ഇതിനെ ഒന്നും പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നു. തെളിവുകൾ മറയ്ക്കാനും വ്യാജ തെളിവുകൾ ഉണ്ടാക്കാനായി പ്രതിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ADMന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ശേഷവും പാർട്ടിയിലെ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതി. അതുകൊണ്ട് തന്നെ പക്ഷാപാതരഹിതമായ അന്വേഷണം നടക്കണമെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും അത് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ശരിയായ അന്വേഷണം നടക്കണമെങ്കിൽ CBI എത്തണം, CBIയെ നിയോഗിക്കണം. ഇത് പൊതുജനങ്ങൾക്കും അന്വേഷണ ഏജൻസികളിന്മേലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. CBI കൊണ്ട് മാത്രമേ നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹത, അതിൻ്റെ കാരണം, സത്യാവസ്ഥ ഇതൊക്കെ തന്നെ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താനായി സാധിക്കുമെന്നാണ് അപ്പീലിൽ പരാമർശിക്കുന്നത്. 2024 ഒക്ടോബർ 15 നവീൻ ബാബു എന്ന ADMനെ കണ്ണൂരിലെ ക്വാർട്ടേഴ്സിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അതിൻ്റെ തലേ ദിവസം വളരെ വിവാദമായ ഒരു ക്ലിപ്പ്, വീഡിയോ ദൃശ്യം പുറത്തു വരികയുണ്ടായിരുന്നു. കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന ADMന്റെ യാത്രയയപ്പ് ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയ മരണം വഹിച്ചുകൊണ്ടുവന്ന അതിഥി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ ADMനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് അഴിമതി ആരോപണവും കൈക്കൂലിയും. ആത്മഹത്യയ്ക്ക് പിന്നിൽ അഴിമതി ആരോപണമാണെന്ന പരാതി ഉയർന്നു വന്നതിന് പിന്നാലെ PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. PP ദിവ്യ ആദ്യം ജയിലിൽ പോകേണ്ടി വന്നു, പിന്നീട് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി. എന്നാൽ ഇപ്പോൾ ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്നാരോപിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് CBI അന്വേഷിക്കണമെന്ന ആവശ്യമായിരുന്നു മുന്നിൽ വെച്ചത്. അത് സിംഗിൾ ബെഞ്ചാകട്ടെ
നിരാകരിക്കുകയായിരുന്നു. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും പ്രതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയാണെന്നതുകൊണ്ട് മാത്രം CBI അന്വേഷണം അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞത്. ശേഷം ഹർജി തള്ളിയിരുന്നു. പോലീസ് കേസ് ഡയറി പരിശോധിച്ച ശേഷം അന്വേഷണം ശരിയായ ദിശയിലാണെന്നും അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടിയാണ് ഇപ്പോൾ പറയുന്നത്. സിംഗിൾ ബെഞ്ച് ജഡ്ജി ഈ വിധി പറഞ്ഞതിനെതിരായി തന്നെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ കണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് കുറ്റാരോപിതയായ വ്യക്തി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് അടുപ്പം പുലർത്തുന്നു എന്നുള്ളതല്ല CBI അന്വേഷണത്തിൽ ഉത്തരവിടാനുള്ള കാരണമെന്നും സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ രാഷ്ട്രീയ പാർട്ടിയുമായി അടുപ്പം പുലർത്തുന്നത് കൊണ്ട് തെളിവുകൾ അട്ടിമറിക്കാനും അന്വേഷണ സംഘത്തെ തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാനും പ്രതിക്ക് സാധിക്കുമെന്നുള്ള ഒരു വാദം തന്നെയാണ് മഞ്ജുഷ പറയുന്നത്. കുടുംബം ഉയർത്തുന്ന ആശങ്കകൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശം കൂടിയുണ്ട്. എന്തായിരുന്നാലും ഇതിൽ ഡിവിഷൻ ബെഞ്ച് ഏത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.